തിരുവനന്തപുരം മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 13 ദിവസം പിന്നിടുകയാണ്. ഊർജിതമായ തിരച്ചിലാണ് നേവിയുടെയും ഒപ്പം സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെയുമൊക്കെ നേതൃത്വത്തിൽ തമിഴ്നാട് അതിർത്തി വരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നത് വിശദീകരിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി എന്നോടൊപ്പം ചേരുന്നു. മാഡം, ഹൗ ഈസ് ദ സെർച്ച് ഓപ്പറേഷൻസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ? ഓക്കെ, ഇതുവരെ നമുക്ക് ഏകദേശം 12 ദിവസങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് നടത്തിയിട്ട് അതിന് തൊട്ട് ശേഷം തന്നെ നമുക്ക് രാത്രി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വിരിഞ്ഞമിനെ സംബന്ധിച്ചോളാം. സോ കേദാർനാഥ് എന്നൊരു ബോട്ട് രാത്രി 11 o'clock തന്നെ കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാത്രി 11 o'clock മുതൽ മോർണിംഗ് 4 o'clock വരെ ആ ബോട്ടാണ് സെർച്ച് നടത്തിയിട്ടുള്ളത്. അതിനെ തൊട്ട് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട അവിടുത്തെ MLA സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, സിറ്റുവേഷനിൻ്റെ അസസ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് തുടരുള്ള നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതലപുരിയിൽ കൂടി നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന് തൊട്ട് ശേഷം തന്നെ നമ്മൾ ആവശ്യമുള്ള മനുഷ്യസാധ്യമുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ കൃത്യമായിട്ട് കണക്കത്തോടെ പറയാം. നമുക്ക് ഇതുവരെ ടിൽ യെസ്റ്റർഡേ ചെയ്ത റിപ്പോർട്ടാണ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെസൽ നമ്മൾ പറയുമെങ്കിൽ 158 hours ഉള്ള സെർച്ച് അവർ നടത്തിയിട്ടുണ്ട്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുള്ള വെസൽ. അതുപോലെ തന്നെ റെസ്ക്യൂ ബോട്ട് മുഖേന നമ്മൾ 320 hours ഉള്ള സെർച്ചാണ് നടത്തിയിട്ടുള്ളത്. മറീൻ ആംബുലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ 78 hours ഉള്ള സെർച്ചാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇന്നലെ വരെ. കൂടാതെ ഏരിയൽ സെർച്ച് നമ്മൾ നേവി അടുത്ത് സംസാരിച്ചിട്ട് എയർ റെക്കി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേവി പൂർണ്ണമായിട്ട് സഹായിച്ചു. 10 മണിക്കൂറിന് കൂടുതലുള്ള ഏരിയൽ റെക്കിയാണ് ഇന്നലെ വരെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും റൈറ്റ് നൗ ടുഡേ ഓൾസോ ദ ഏരിയൽ സെർച്ച് ഈസ് ഗോയിങ് ഓൺ. ഇനി എങ്ങനെയായിരിക്കും? അതായത് മേഡം തന്നെ പറഞ്ഞു മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവരെ ജീവനോടെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ തീർച്ചയായും ഇനിയും നമുക്ക് പറ്റുന്ന നമ്മൾ തിരച്ചിൽ തുടരൂ. ഫോർ എക്സാമ്പിൾ ഇനിയും നമുക്ക് സ്കൂബ ഡൈവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയും മുതലപുരിയിൽ ഒരു ദിവസം മുമ്പെയും വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാനും ബഹുമാനപ്പെട്ട CP ജോൺ മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ രമ്യ ഹരിദാസ് MLA മാഡം കൂടി മുതലപുരിയുള്ള ഫാമിലി അടുത്ത് ഞാൻ ഉൾപ്പെടെ പോയി സംസാരിച്ചിട്ടുണ്ട്. ശരിക്ക് ഇറ്റ് ഈസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. ദ വൈഫ് ഈസ് ഓൾസോ വെരി യങ് ആൻഡ് there are issues which we need to address for the family. ഗവൺമെൻറ്റിന് ഭാഗമുള്ള അഡ്മിനിസ്ട്രേഷനിന് ഭാഗമുള്ള എല്ലാ സപ്പോർട്ട് നമ്മൾ അവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ സംബന്ധിച്ചുള്ള നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. മാഡം ഈ ഷിജിൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള കുട്ടിയടക്കം ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. സോ കുട്ടീനെ സംബന്ധിച്ചുള്ള കൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവരടുത്ത് കുട്ടീനെ medical regarding the medical support for the child, full support would be given from the government side and നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഷോർട്ട്ലി ഡൺ. കൂടാതെ whatever maximum possible നമ്മുടെ കോമ്പൻസേഷനുള്ള കാര്യം ആൻഡ് അവരുടെ ഒരു ഡിമാൻഡ് കൂടി ഉണ്ടായിരുന്നു നമുക്ക് ഇത് 7 years ഉള്ള ലിമിറ്റ് എക്സെംപ്റ്റ് ചെയ്യണം. അത് കൂടി ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് അതിന് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് തരത്തിലുള്ള സാമ്പത്തിക സഹായമായിരിക്കും ആ കുടുംബത്തിന് നൽകാൻ ഇതിനോടകം തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ സാധാരണഗതി പ്രകാരം നമുക്ക് നമ്മുടെ ഫിഷറീസ് വെൽഫെയർ ബോർഡിൽ രജിസ്റ്റേർഡ് ഉള്ളവർക്ക് 10 ലക്ഷമുള്ള സഹായമാണ് എപ്പോഴും പോകുന്നത്. That is through the insurance that would be there. Other than that also government is considering giving additional support. എന്തായാലും ഇത്തരത്തിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഇരകളായ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടായിരിക്കുന്നത്. എന്തായാലും 13ാം ദിവസത്തിലേക്ക് തിരച്ചിൽ കടക്കുമ്പോഴും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് അവരുടെ ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള നീക്കം വിവിധ സേനാ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും പുരോഗമിക്കുകയാണ്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.